അതിനകം തന്നെ പാലിയേറ്റീവ് കെയറിൻ്റെ വളർച്ചയും ഞാൻ കാണുന്നുണ്ട്. ക്യാൻസർ അല്ലാതെ മറ്റ് ദീർഘകാല രോഗങ്ങൾ, ഇപ്പോൾ കാർഡിയാക് ആണെങ്കിലും ഹൃദയത്തിൻ്റെയോ അല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെയോ കിഡ്നിയുടെയോ ഏത് ദീർഘകാല രോഗത്തിനും പാലിയേറ്റീവ് കെയർ യൂസ് ചെയ്യാൻ നമ്മൾ തുടങ്ങി. വെറും ക്യാൻസർ അല്ല, ഏത് ദീർഘകാല രോഗം അല്ലെങ്കിൽ ബെഡ് റിഡൻ ആയിട്ടുള്ള വ്യക്തികൾ, ഇവർക്കെല്ലാം പാലിയേറ്റീവ് കെയർ നൽകാം എന്നത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി പാലിയേറ്റീവ് കെയർ. അപ്പോൾ അഡ്വക്കേറ്റ് ചെയ്യുന്നത് അതിൽ മാനസിക രോഗികളെയും നമ്മൾ ഉൾപ്പെടുത്തണം. എന്താ വെച്ചാൽ അവരും അത് തന്നെയാണ് അനുഭവിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ തത്വം, ഈ ഫിലോസഫി ഓഫ് പാലിയേറ്റീവ് കെയർ, പ്രിൻസിപ്പിൾസ് ഓഫ് പാലിയേറ്റീവ് കെയർ ഇസ് ഈക്വലി ആപ്ലിക്കബിൾ ടു പീപ്പിൾ വിത്ത് ക്രോണിക് മെൻ്റൽ ഇൽനെസ്. ഇതായിരുന്നു എൻ്റെ ഒരു ബേസിക് ബിലീഫും, ഇപ്പോഴും അതാണ്. അത് പ്രാവർത്തികമാക്കുമ്പോൾ അത് ശരിയായിട്ടും നമുക്ക് തോന്നുന്നു. അങ്ങനെയാണ് മെഹക്കിൻ്റെ ഒരു ആശയം തന്നെ മനസ്സിൽ വരുന്നത്.